മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചിക്കൻ ബോൾ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് കാരണം ഒന്ന് ഇടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൽ ഒരു കഷ്ണം ബട്ടർ ഇടുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണത്. അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ചെയ്യുക അങ്ങനത്തെ റെസിപ്പീസൊക്കെ. അപ്പോൾ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ചേർക്കണം. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർക്കണം ഒരുമിച്ച്. അതൊരു ടീസ്പൂണ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചച്ചുവയൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഉള്ളി, അതുപോലെ ക്യാരറ്റ്, പച്ചമുളക് ഇത് മാത്രമേ ചേർക്കുള്ളൂ. ഇതിൽ ഇനി നമുക്ക് ക്യാബേജോ ക്യാപ്സിക്കോ ഒക്കെ ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. ഞാനൊരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ, അത് ചേർത്തിട്ടുണ്ട്. ഇനി പിന്നെ ക്യാരറ്റ്, പച്ചമുളക് ഇതും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് മസാലയ്ക്ക് വേണ്ട പൊടികൾ ചേർക്കാം. ഒരു ടീസ്പൂണ് ഗരം മസാല, പിന്നെ ചിക്കൻ ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി ഉപ്പും ചേർത്തിട്ട് അത് എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഒന്ന് നൈസായിട്ട് പൊടിയാൻ പറ്റില്ല, മിക്സിയിലിട്ട് കഴിയുമ്പോൾ നന്നായി പൊടിയും. അപ്പോൾ ആ ചിക്കനാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. കുരുമുളക് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനിൽ കുറച്ച് ഉപ്പ് ആദ്യം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് രണ്ടാമത് ഉപ്പിട്ടാൽ മതി. ഈ മസാലകളൊക്കെ എല്ലാ ഭാഗത്തും എത്താവുന്ന തരത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇനി അതിലേക്ക് 2 ബ്രെഡ്, ഞാനിപ്പോൾ കുറച്ച് അളവിന് ഉണ്ടാക്കുകൊണ്ടാണ് 2 ബ്രെഡ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് ചേർക്കാം. ഇനി അതിലേക്ക് കുറച്ച് പാല്, ഒരു അര ഗ്ലാസ് പാല് ചേർക്കണം. ഈ സമയത്ത് നമുക്ക് ക്രീം ചേർക്കാം. ഇവിടെ എൻ്റെ കയ്യിലുള്ളത് വിപ്പിംഗ് ക്രീമാണ്, അത് മധുരമുള്ളതായിരുന്നു, അത് കാരണം ചേർത്തിട്ടില്ല. സാധാ ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്താൽ, ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പാല് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചീസാണ്. അപ്പോൾ ചീസ് ഇങ്ങനെ ക്യൂബിൻ്റെ ഷേപ്പുള്ള ചീസാണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ചേർക്കുകയാണ്. ഇനി ഇത് നമുക്ക് ബോളാക്കിയിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ക്രംസിൽ മുക്കി പിന്നെ മൈദയുടെ ഒരു
കൂട്ടുണ്ടാക്കിയിട്ടുണ്ട്. മൈദ, കുറച്ച് ഉപ്പും കുരുമുളക് പൊടി, അതിൻ്റെ അടുത്ത് വീഡിയോ പോയിട്ടുണ്ട്, ഞാനത് ചേർക്കണില്ല. അതാണ്. അപ്പോൾ അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പൊതിഞ്ഞിട്ട് വറുത്ത് കോരി എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള, നല്ല സ്വാദുള്ള ഒരു വിഭവമാണ്. ഈ ചീസിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നുണ്ട് അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.